ഹായ് ഗൈസ്, വേഴ്സ് ഓഫ് ദ ലൈഫ് ഓഫ് ദ പുതിയവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് നടക്കേണ്ട ഒരു 6 കാര്യങ്ങളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഒരു കാര്യം കേട്ടിട്ടുണ്ടാകും, പക്ഷെ ഇതുവരെ അത് ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നോക്കിയിട്ടുണ്ടാവില്ല. ഓക്കെ, അത് ഞാൻ 6 പോയിന്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ചെറിയൊരു എക്സ്പ്ലനേഷനും കൂടി അതിൻ്റെ കൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ്. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യുക, നന്ദിയുള്ളവരായിരിക്കുക. നമുക്ക് സൃഷ്ടാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ആദ്യം നമ്മൾ നമ്മുടെ സൃഷ്ടാവിനോട് നന്ദിയുള്ളവരാകുക. നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നമ്മൾ എണ്ണി എന്ത് ചെയ്യുക, പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. അതോടൊപ്പം തന്നെ നമുക്ക് ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, നമ്മളെ ജീവിതത്തിൽ കുറേ സഹായിച്ച കുറേ ആൾക്കാരുണ്ടാവുമല്ലോ. ആ ആളുകളോടൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നന്ദിയുള്ളവരാവുക. അത് പറയുന്നതിലൂടെ നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. ഇനി രണ്ടാമതായി പറയുന്ന കാര്യം ഫൊർഗീവ്നെസ്, ക്ഷമിച്ചു നൽകുക. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. ആ ആളുകളിൽ നിന്ന് നമുക്ക് ഒരുപാട് മാനസികമായോ അല്ലെങ്കിൽ ശാരീരികമായോ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും. സോ അവരോടൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പുറത്തു കൊടുക്കുക. അവർക്കൊക്കെ നമ്മൾ പുറത്തു കൊടുക്കുക, നമ്മുടെ സൃഷ്ടാവിനോട് പുറത്തു കൊടുക്കുക. ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ നമ്മുടെ മനസ്സ് ക്ലെൻസിങ്, അതായത് നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യും, ശുദ്ധീകരിക്കുക തന്നെ ചെയ്യും. നമ്മുടെ മനസ്സിലുള്ള മാലിന്യങ്ങൾ നീക്കുക തന്നെ ചെയ്യും. ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ലവ്. അൺകണ്ടീഷണൽ ലവ് എന്ന് പറഞ്ഞാൽ പരിധിയില്ലാണ്ട് ഒരാളെ സ്നേഹിക്കുക. അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ് നമ്മുടെ മാതാപിതാക്കൾ. ഒരു പരിധിയില്ലാതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ സ്നേഹിക്കുന്നത്. ഒരു ലിമിറ്റേഷൻസും വെക്കാണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത്, സ്നേഹിക്കുന്നുള്ളത്. സോ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ബാക്കിയുള്ളവരോടും പരിധികളൊന്നും ഇല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ആൾക്കാരെ സ്നേഹിക്കുക. അതായത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. സോ ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ മൈൻഡിനെ ഒന്നും കൂടി പോസിറ്റീവായ രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. സോ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചാരിറ്റി, അതായത് ഡൊണേഷൻ. ഇത് നമ്മുടെ ലൈഫിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അതായത് ദാനം നൽകുകയിൽ സമ്പത്ത് കൊണ്ട് മാത്രമല്ല, നമുക്ക് ഒരാളെ ഒരു വാക്ക് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് നമ്മളിലുള്ള അറിവ് കൊണ്ടോ നമ്മളിലുള്ള കഴിവ് കൊണ്ടോ നമുക്ക് ഒരാളെ എന്ത് ചെയ്യുക, സഹായിക്കുക, ദാനം ചെയ്യുക. സമ്പത്ത് തന്നെ ആകണം എന്നില്ല. നമുക്ക് എന്തെങ്കിലും നല്ല കഴിവുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, സൊസൈറ്റിക്ക് പ്രൊഡ്യൂസ് ചെയ്യുക. അതിലാണെന്നുണ്ടെങ്കിൽ നമ്മളിലേക്കുള്ള അറിവ് നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ളവരിലേക്ക് പകർത്തുക. ഉള്ളവന് ഇല്ലാത്തവനിക്ക് നൽകുന്നതാണ് ദാനം എന്ന് പറഞ്ഞത്. അത് ചെയ്യുന്നതിലൂടെ നമ്മുടെ മൈൻഡ് കുറച്ചും കൂടി എക്സ്പാൻഡ് ആവും. ഇതാണ് നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സിമ്പിൾനെസ്. ഇനി എത്ര ഉണ്ടെങ്കിലും ഏത് ലെവലിൽ എത്തിയാലും അല്ലേ, നമ്മൾ ആ ഒരു സിമ്പിൾനെസ്, അതായത് ഡൗൺ ടു എർത്തായി നിൽക്കുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്, ഒരു മൈൻഡ് ഉണ്ട്. ആ ഒരു മൈൻഡാണ് അവനെ എല്ലാമാക്കി മാറ്റുന്നുള്ളത്. ലോകത്ത് സക്സസ് ആയ ഒട്ടുമിക്ക ആളുകളും ഈ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര വലിയ സമ്പത്തായാലും എത്ര വലിയ ഒരു ഈ ലെവലിലെത്തിയാലും നമ്മൾ ആ ഒരു നിൽക്കുന്ന ഒരു പൊസിഷൻസില്ലേ, വന്ന വഴിയില്ലേ, അത് മറക്കാണ്ട് നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവരുടെ ജീവിതം എന്ത് ചെയ്യും, സക്സസ് ആയിരിക്കും. ഇനി ആറാമതായിട്ടുള്ളൊരു കാര്യം സൈലൻസ്. ഇത് നമ്മുടെ ലൈഫിലെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോകത്ത് സക്സസ് ആയ എല്ലാ ആളുകളും അവരുടെ നിമിഷങ്ങളിൽ, അവരുടെ മണിക്കൂറുകളിൽ ഒരു മണിക്കൂറെങ്കിലും അല്ലേ അവർ തനിച്ചിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ ആളുകൾ അങ്ങനെ സമയം ചെലവഴിച്ചിട്ടുണ്ട്. സോ അങ്ങനെ ചെലവഴിക്കുന്നതിലൂടെ ഒരുപാട് നല്ല നല്ല ചിന്തകൾ വരികയും ആ ഒരു ചിന്തകളിലൂടെ അവരുടെ മൈൻഡ് വേറൊരു ലെവലിലേക്ക് എക്സ്പാൻഡ് ആവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു കറക്റ്റായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാവും, കുറേ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. സോ അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ലൈഫിലുള്ള എല്ലാ ഒട്ടുമിക്ക പ്രോബ്ലംസിനെയും പിന്നെ നമ്മളിലേക്ക് വരുന്ന കുറേ നെഗറ്റീവായ തോട്ട്സിനെയും ഇല്ലാതാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ സൈലൻസ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് അവർ ലൈഫ്. ഓക്കെ, അപ്പോൾ ഈ 6 കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ നല്ല നല്ല മാറ്റങ്ങൾ കാണാൻ വേണ്ടി പറ്റും. സോ അത് പെട്ടെന്നുള്ള മാറ്റമല്ല, സാവകാശം നമ്മുടെ ലൈഫിൽ അത് മാറിക്കൊണ്ട് വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ, ഈ ഒരു ടോപ്പിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. സിമ്പിളായിട്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. സോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം. ഒന്നും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന നേരത്തെ പറഞ്ഞ 3 കാര്യം, ആദ്യത്തെ 3 കാര്യം ജസ്റ്റ് ഒന്ന് ലൈഫിലൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ എൻ്റെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ് ദ ലൈഫ് ഓഫ് സാലിം. ബൈ.